ജന്മന നേതാക്കളാകാൻ യോഗമുള്ള 8 നക്ഷത്രക്കാർ. ജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജന്മസിദ്ധമായി തന്നെ ആളുകളെ നയിക്കാനും പ്രതിസന്ധികളിൽ ധൈര്യമായി തീരുമാനങ്ങൾ എടുക്കാനും ഒരു സമൂഹത്തെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള അസാധാരണമായ നേതൃത്വ പാഠവും ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവരുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു നേതാവായി ശോഭിക്കാനും പരാശക്തിയുടെ അനുഗ്രഹം നേടാനുമായി കമന്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രത്തിന്റെ പേരോ അല്ലെങ്കിൽ ഓം ശക്തി എന്നോ ഭക്തിപൂർവ്വം കുറിച്ചുകൊണ്ട് ഈ അഭിമാന സന്ദേശം മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുക. ഈ നേതൃത്വ ഗുണമുള്ള നക്ഷത്രങ്ങളിൽ ആദ്യത്തേത് എപ്പോഴും മുന്നിൽ നിന്ന് നയിക്കാൻ ആഗ്രഹിക്കുന്ന അശ്വതിയാണ്. സൂര്യനെ പോലെ അധികാരവും തേജസ്സുമുള്ള കാർത്തികയും ഗുരുതുല്യമായ വിവേകത്തോടെ ആളുകളെ നയിക്കുന്ന പുണർദ്ധവും സിംഹത്തെ പോലെ രാജകീയ പദവികൾ അലങ്കരിക്കുന്ന മകവും ഇതിൽപ്പെടുന്നു. കൂടാതെ കഠിനാധ്വാനത്തിലൂടെയും നീതിനിഷ്ഠയിലൂടെയും ജനങ്ങളെ നയിക്കുന്ന ഉത്രവും തന്ത്രപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിക്കുന്ന തൃക്കേട്ടയും തങ്ങളുടെ ആകർഷകമായ വ്യക്തിത്വം കൊണ്ട് ആളുകളെ കയ്യിലെടുക്കുന്ന പൂരാടവും കൃത്യമായ ആസൂത്രണത്തിലൂടെയും സംഘാടക മികവിലൂടെയും ലക്ഷ്യങ്ങൾ നേടുന്ന അവിട്ടവുമാണ് മറ്റു നക്ഷത്രങ്ങൾ. തീർച്ചയായും നിരന്തരമായ കഠിനാധ്വാനവും ആത്മാർത്ഥമായ സമർപ്പണവും ആളുകളെ മനസ്സിലാക്കാനുള്ള കഴിവുമാണ് ഒരു യഥാർത്ഥ നേതാവിനെ സൃഷ്ടിക്കുന്നത്. സ്വന്തം ഭാഗത്തു നിന്നുള്ള കഠിന പ്രയത്നം കൂടാതെ നക്ഷത്രഫലം കൊണ്ട് മാത്രം ആർക്കും ഒരു നല്ല നേതാവാകാൻ സാധിക്കില്ല. മറിച്ച് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാനുള്ള വലിയൊരു പോസിറ്റീവ് എനർജിയും ഈശ്വരാനുഗ്രഹവും നൽകാൻ മാത്രമേ ഇത്തരം അനുകൂല നക്ഷത്ര സ്വാധീനങ്ങൾക്ക് സാധിക്കൂ.